ഹായ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പഴം മോദകം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒരു ചെറിയ പയർ വേവിച്ച് വെച്ചത്, പഴം 2 ചെറുപഴം പഴുത്തത്, തേങ്ങ ചിരിയത്, ഏലക്ക, ശർക്കര പാനി കാച്ചിയത്. നെയ്യ് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ആദ്യം തന്നെ ഇത് എപ്പോഴും ആരും യൂസ് ചെയ്യേണ്ട, കൊതി വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക. ഇതൊക്കെ ഈ എണ്ണ ചൂടായതിന് ശേഷം തീ വളരെ കുറച്ചതിന് ശേഷം നമുക്ക് ശർക്കര അങ്ങോട്ട് പാനി വെച്ചാൽ, ഞാൻ ഒരുപാട് ശർക്കര അങ്ങോട്ട് ഇടുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് ഇതിന് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്തെന്നറിയാം, ഇതാ ഈ പഴം കൂടി അങ്ങോട്ട് അങ്ങ് തട്ടുക. ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക. ഈ പഴം എന്താണെന്നറിയാം, റോബസ്റ്റ് ആകാം, പാളയം തോടൻ പഴമാകാം, പഴം ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെറിയത് കുറച്ച് മതി, ആവശ്യത്തിനിടുക. വേവിച്ച് വെച്ചേക്കുന്ന ഈ ചെറുപയറും കൂടി നന്നായിട്ട് അതിനോട്ട് തട്ടി നന്നായിട്ട് വരട്ടിയെടുക്കുക. ശർക്കരയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചെടുക്കുക. ഇങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്ക് ഏലക്കപ്പൊടിയും കൂടി തട്ടി തണുത്തതിന് ശേഷം ബോളാക്കി എടുക്കാം. ഇനി മോദകം തയ്യാറാക്കാനുള്ള കൂട്ടെന്താണെന്നുള്ളത് നോക്കാം. കടലമാവ്, മൈദമാവ്, അരിപ്പൊടി, പഞ്ചസാര, അല്പം മഞ്ഞൾപ്പൊടി, അല്പം സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ കുഴച്ചെടുക്കും. ഇതൊരു 5 മിനിറ്റ് നേരം വെച്ചേക്കാം. ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ബോൾ മതി, വലിയ ബോൾ വേണ്ട. ഇതാകുമ്പോൾ നമുക്ക് സൗകര്യത്തിന് തിന്നാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം ഉരുട്ടി ഇതുപോലെ എടുക്കുക. നമ്മുടെ കൂട്ടൊക്കെ ഓക്കെ ആണോ എന്നറിയുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ ഇട്ട് നോക്കും. അത് പൊങ്ങി വരുന്നെങ്കിൽ അത് കറക്റ്റ് കൂട്ടാണ്. ഇതാണ്ട കേട്ടോ, അത് കറക്റ്റാണ് കണ്ട. ഇങ്ങനെ വരണം എപ്പോഴും. ഇതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇനി നമ്മൾ ഓരോന്നായിട്ട് മുക്കി മുക്കി ഇടുകയാണ്. മാവിനകത്ത് മുക്കി ഇടുന്നു. ആ സമയം നമ്മൾ തീ ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുത്തോളൂ. അതിന് ശേഷം നമുക്ക് മീഡിയം ആക്കി ഇടാം. ഇനി ജസ്റ്റ് ഓരോന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മോദകം കോരാൻ പോവുകയാണ്. ആവശ്യത്തിന് എല്ലാം നല്ല ചുമക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ മോദകം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ മാവ് ഇപ്പം നമ്മൾ എടുത്തില്ല, അതിനകത്തപ്പോൾ എന്തായാലും കുറച്ച് സംഭവം അധികം വരും. ഈ പാളയം കോടൻ പഴം ഞാൻ ടെസ്റ്റ് ചെയ്തതാണിത്. അപ്പം ഏത്തപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല, സൂപ്പറാണ്. നോക്കട്ടെ കേട്ടോ. അത് ചൂട് സൂപ്പറാണ്. പഴംപൊരിയില്ല, നമ്മുടെ ഏത്തപ്പഴത്തിനേക്കാളും സൂപ്പറാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. മാവ് ഇതുപോലെ അധികം വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ നമ്മളിത് മാത്രമേ കഴിക്കുള്ളൂ. സൂപ്പറാണ്. അപ്പോൾ മോദകം ഇവിടെ റെഡിയായി കണ്ട. ഇതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ കഴിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ.